ഹലോ, എല്ലാവർക്കും രത്നാരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന പപ്സിനും കാട്ടും ഹെൽത്തി ആയിട്ടുള്ളത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം മൈദ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ല. അപ്പോൾ അത് വല്ലപ്പോഴൊക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ മൈദയൊന്നും എടുക്കാറില്ല. അങ്ങനെ ഇതിപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു 3/4 കപ്പ്, അതിലൊത്തിരി കൂടുതലുണ്ടാവും. 1 കപ്പ് തികച്ചില്ല, അല്ലെങ്കിൽ 1 കപ്പ് ഒന്ന് കൂട്ടാം. 1 കപ്പ് മൈദ, ഒരു എഗ്ഗും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിക്കാനാണ് ഞാനിപ്പോൾ പോകുന്നത്. അല്ലെങ്കിൽ ബീറ്റ് ചെയ്തെടുത്താലും മതി. എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം അതേമാതിരി ചെയ്യാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുകയാണ്. ആവശ്യത്തിനുള്ള, ഞാൻ അളവൊന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് 2 സവാള ചെറുതാക്കി അരിഞ്ഞത്, നൈസായിട്ട് അരിയുന്നു കേട്ടോ. 2 സവാള ഇട്ടു. സവാളയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊന്ന് വഴന്ന് വരട്ടെ. ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇടാനുള്ളത് ഇത് 1 സ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു ഗരം മസാലപ്പൊടി. ഇത് 3 വെച്ചിട്ടുണ്ട്. അത് വഴന്ന് കഴിഞ്ഞതിന് ശേഷം ഇടാനുള്ളതാണ് കേട്ടോ. അതാ പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും 2 ചുള ഉള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചതാണ്. അതൊന്ന് വഴന്ന് കഴിഞ്ഞതിന് ശേഷം അതിടും. പിന്നെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി അത് അരിഞ്ഞിട്ടിടാം. പിന്നെ ഞാൻ ബാറ്റർ തയ്യാറാക്കാൻ ഇതിൽ ഞാൻ ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലിടണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ ഇതാ കണ്ടില്ലേ, ഇതാ ഈ ദോശമാവിൻ്റെ അയവിനെക്കാട്ടും ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിക്കണം. എന്നാൽ നീർദോശയുടെ അത്രയും വേണ്ട, അതിലും കുറച്ച്. അതിൻ്റെ ഇടയിലുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതാണ് അതിൻ്റെ. ഇതിൽ ഞാൻ പിന്നെ ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. പിന്നെ ഇതിൽ ഞാൻ ഇട്ടത് ഉപ്പ് ആവശ്യത്തിനുള്ള ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട, നിങ്ങൾ കണ്ടല്ലോ, മുട്ട ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ പാല്. അതാണ് മറന്നുപോയത്. പാല് 3/4 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട് ഞാൻ. പാലൊഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടും, അതിനാണ് പാലൊഴിക്കുന്നത് കേട്ടോ. പിന്നെ സോഫ്റ്റ് ആവാനൊക്കെ നല്ലത് പാലാണ്. പാലില്ലെങ്കിൽ വെള്ളം ചേർക്കാം. ഓക്കെ, ഇത്രയാണ് ഇതിന് ഇത്. ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇതായിട്ട് വിധം വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുഴഞ്ഞ മാതിരി ആയാൽ മതി. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ടാവില്ല. ഞാനൊരു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇടാൻ പോണത് കുറച്ച്, ഞാൻ പറഞ്ഞില്ല, ഇത്തിരി പച്ചമുളകും പച്ചമുളകും പിന്നെ ഒരു തക്കാളി, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അത് അടിപൊളി ടേസ്റ്റായിരിക്കും ഇത് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഞാൻ 1 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ വാങ്ങിച്ചിട്ടൊന്നും കഴിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കാം. കാരണം മറ്റതിലൊക്കെ എന്ന് പറയുമ്പോൾ എണ്ണയാണെങ്കിലും എല്ലാം പ്രശ്നങ്ങളാണ്. നമ്മുടെ എണ്ണ നല്ലതാണെന്നൊന്നും പറയുന്നില്ല, എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇടാനുള്ളത് ഇതാണ് ഈ പൊടികൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാലപ്പൊടി. ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇത് തയ്യാറായി കഴിയും കേട്ടോ. ഇത് നമുക്ക് തയ്യാറായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളാണ് ഞാൻ ചെയ്യാനുള്ളത്. പിന്നെ എഗ്ഗ് ഞാനൊരു 3 പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായോ? എഗ്ഗ് പഫ്സാണ് ഉണ്ടാക്കണേ കേട്ടോ. അതിനുള്ള ഇതൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് നിങ്ങളെ. ഇത്രയും കാര്യങ്ങൾ ശരിയായി. ഇനി നമുക്ക് മൈദ കലക്കി വെച്ചത് കൊണ്ടുള്ള പരിപാടി അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
എന്താണ് ചെയ്യണതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ആയിട്ടുണ്ട്, എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഒന്നും ഇടാനില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഞാൻ ഉപ്പ് നോക്കി, ഉപ്പ് പാകമാണ് എനിക്ക്. ഇനി നമുക്കൊരു ശകലം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ചതാട്ടോ, അതാ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. ഇത്രയും മതി. ഒന്നും കൂടി ഒന്നൊരു കുഴമ്പ് രൂപത്തിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടൊരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അതുകൊണ്ട് ഞാനൊന്ന് അടച്ചു വയ്ക്കും കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞാൽ അത് റെഡിയായി. നമ്മളിതാ പാൻ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിക്കുക. ഒഴിച്ചിട്ട് ഇപ്പം തന്നെ ഇങ്ങനെ ചുറ്റിക്കുക കേട്ടോ. ശരി, ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല. അതേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 എണ്ണം ഞാൻ ഉണ്ടാക്കി. അതവിടെ ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇങ്ങനെയാണ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഇതായി കഴിയുമ്പോൾ തന്നെ നമുക്കിത് വാങ്ങാം, എടുക്കാം, അടുത്തത് ഒഴിക്കാം. എന്നിട്ട് അപ്പോൾ അധികം കനം ഉണ്ടെങ്കിൽ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഇതിലാവശ്യത്തിനുള്ള എല്ലാ സംഭവങ്ങളും ഇടണം. ഒരു മുട്ട ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടാണ് മൈദ ഇങ്ങനെ ആക്കിയത് കേട്ടോ. ഒന്നുകൂടി കാണിക്കാം ചേട്ടാ, ഒന്നുകൂടി ഇട്ടിട്ട് കേട്ടോ. ഇങ്ങനെ ആക്കിയാൽ മതി. വല്ല എങ്കിൽ മത്സരിക്ക് പറഞ്ഞ വൃത്തിയോടൊക്കെ കാണാൻ നിങ്ങൾ. അപ്പം തന്നെ പെട്ടെന്ന് അങ്ങനെ നമ്മൾ പരത്തിയാൽ മതി കേട്ടോ. ഷേപ്പ് പോയി എഴുതിയിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കഴിക്കണ്ട. കൂടി ഇട്ടിട്ട് നോക്കില്ല. പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിവിടെ ഒട്ടിക്കാനായിട്ട് ഇത്തിരി മൈദ ഞാൻ ഇങ്ങനെ ഇവിടെ അങ്ങനെ കുറച്ച് അതിന് ഇവിടെയും തേച്ച് കൊടുക്കത്തിന്. തേക്കുക, ഇവിടെയും തേക്കുക. പാത്രം എടുക്കില്ല, പാത്രം എടുക്കുന്നു. തൽക്കാലപ്പാൽ വരുന്നു ഇങ്ങോട്ട് കാണിച്ചാൽ അടുത്തതെടുത്തു. വെച്ച് കുറച്ചുകൂടി എടുത്തിട്ട് എന്നിട്ട് നമ്മളിത് ഇങ്ങനെ മടക്കുക. ചീത്ത ഭാഗം ഉള്ളിലേക്ക് അയക്കാം. ഇങ്ങനെ മടക്കി ഇത്തിരി മൈദ അവിടെ തേച്ച് കൊടുക്കാം. ഇതിങ്ങനെ മടക്കി ഇവിടെ നമുക്ക് ഇത്തിരി മൈദ തേച്ച് കൊടുക്കാം. ഇവിടെ തേച്ച് കൊടുക്കാം, ഇവിടെ തേച്ച് കൊടുക്കാം. ഇങ്ങനെ മടക്കി അപ്പം ഞാനിതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളെന്ത് കാര്യം ചെയ്യുമ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഇതൊന്ന് തീയൊന്ന് കുറയ്ക്കട്ടെ.
എന്നിട്ട് നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ എടുത്ത് വയ്ക്കാം. ഇതിൽ 3 ഇടാൻ പറ്റുള്ളൂ. 3 ഞാൻ ഇട്ടു, 3 4 ഇടാം. ഇട്ടിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും വെന്ത് കഴിഞ്ഞിട്ട് നല്ലോണം മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സൈഡിൽ ഇങ്ങനെ കുത്തി നിർത്തി വയ്ക്കാം കേട്ടോ. അവിടെ വേണമെങ്കിൽ ഇങ്ങനെ നിർത്തി വയ്ക്കാം ആയി കഴിഞ്ഞിട്ട്. ഇത് ഞാൻ എടുക്കാൻ പോവാം കേട്ടോ. ഒന്നും കൂടി ഉണ്ട്. അപ്പം ഇതാ ഞാൻ ഇന്ന് ഒരെണ്ണെടുത്തിട്ട് ടേസ്റ്റ് നോക്കാൻ പോവാം കേട്ടോ. ഇതാ ഞാൻ ഒരെണ്ണെടുത്ത് ടേസ്റ്റ് നോക്കാൻ പോവാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതാ മസാല അടിപൊളിയായിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ലൈക്ക് കമൻറ്റ് ഒന്നും മറക്കരുത്. താങ്ക് യു so much. Thanks for watching my video.